അൽഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയേകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. അൽഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയേകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. യാ റഹീമല്ലാ യാ റസാഖല്ലാ യാ റഫീഖല്ലാ യാ റഹൂഫല്ലാ. അൽഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾ. ഹലോ, അസ്സലാമു അലൈക്കും. ഇതൊക്കെ എല്ലാവരും വർത്താനം സുഖമല്ലേ? നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാഹ്. അപ്പം ഇന്ന് രാവിലെ നീച്ച് ചെറിയൊരു ഒലർച്ചയൊക്കെ ഉണ്ടായിരുന്നില്ലേ രാവിലെ. വലിയ മഴയില്ല, വലിയ വെയിലും ഇല്ല. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ രാവിലെ തന്നെ അടിച്ചു തരാനൊക്കെ നിന്നൊക്കെ കേട്ടോ. മഴ ആകുമ്പോൾ തോണ്ടിയാലൊന്നും കിട്ടൂലേ. അപ്പോൾ ഒലർച്ച ഉണ്ടായപ്പോൾ അങ്ങനെ തോണ്ടിയാൽ ചിലപ്പം അടുക്കാട്ടൊക്കെ പോരുമല്ലോ. അപ്പോൾ കുറേ ദിവസമായി അതിനൊക്കെ ഒന്ന് അടിച്ചു തരിയിട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു തരി നന്നാക്കി എടുത്തു. അത് കഴിഞ്ഞിക്കാണ്ട് പിന്നെ ചക്കക്കുരു വെച്ചാനും പിന്നെ ഒക്കെ നിന്ന് ഞാൻ ചോറ് ഇങ്ങോട്ട് കണ്ടാണ് മുറ്റടിച്ച് തരാൻ ഇതിനൊക്കെ പോയിൻ്റെ കേട്ടോ. ഞാൻ വന്നപ്പോൾ തന്നെ ചോറൊക്കെ വെന്ത് ചോറൊക്കെ ഊറ്റി വെച്ച്. അപ്പോൾ അടുപ്പ് ഒഴിവുണ്ട്. അപ്പോൾ രസം ചക്കക്കുരും കൈപ്പങ്ങിയും കൂടി അങ്ങോട്ട് തീമക്കട്ടെ വിചാരിച്ചിക്കാണ്ട് അതിനുള്ള ഓരോ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്നും പറയണമാതിരി നമ്മളെ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലിട്ടോ മക്കളെ. പുതുതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സു വ്ലോഗ് ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞാൽ വീഡിയോ ഇടാനൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല. നമുക്ക് വീഡിയോ ഇടാൻ താല്പര്യമില്ല, മനസ്സിനൊരു സമാധാനമൊന്നുമില്ല കേട്ടോ. പിന്നീട് എന്തേ വീഡിയോ ഇടണമെന്നൊക്കെ ഇക്കാരം എല്ലാവരും മനസ്സിലും ഉണ്ടാവുക. കാരണം നമുക്ക് എല്ലാവർക്കും അറിയണതാണ് പാക്ക് വയ്യാത്തും കാക്കാക്ക് വയ്യാത്തും ഒക്കെ അസുഖക്കാരും കാര്യമൊക്കെ ഹോസ്പിറ്റലൊക്കെ ആണല്ലോ. അപ്പം നമുക്കും വളരെ വിഷമത്തിലാണ്. നമ്മളെല്ലാവരും ഭയങ്കര വിഷമത്തിലാട്ടോ. നമുക്ക് പഠിച്ചവനോട് നല്ലോണം പറയുന്നുണ്ട്, അഭിജീവത്തിൽ അള്ളഹാനോട് പറയുന്നുണ്ട്. അതിനിപ്പം എന്നെ കൊണ്ടൊക്കെ കഴിയണുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ അത്രയും ദൂരം ആയതുകൊണ്ട് എവിടെയൊന്നും പോകാൻ കഴിയണില്ല. അതുകൊണ്ടാണ് ചെറിയൊരു മോനും പിന്നെ വയ്യാത്ത കുഞ്ഞാണിയല്ലേ ഉള്ളത്. അപ്പോൾ പോകാൻ പറ്റണില്ല. രണ്ടാളും കോഴിക്കോടാണല്ലോ. രണ്ടാളും പോന്നിട്ടില്ല കേട്ടോ. ഉണ്ടാക്കും വയ്യ, ഉണ്ടാക്കും വലിയ സീരിയസ് തന്നെയാണ്. പിന്നെ പേരെന്ന് പറയാനൊന്നും ആയിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് എല്ലാവരും ചോദിച്ചിരുന്നു, എല്ലാ വിവരങ്ങളും ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഇതിൽ പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ ഇടാഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2 ദിവസമൊക്കെ വീഡിയോ ഇടാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ കുറച്ച് വ്യൂവേഴ്സൊക്കെ ഉള്ളൂ. അപ്പോൾ അതും കൂടി അങ്ങോട്ട് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും മെനക്കെട്ടത് വെറുതെ ആവൂലേ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ജീവിതം കഴിഞ്ഞ് പോകണ്ടേ. അതൊക്കെ ചിന്തിച്ചിട്ടാട്ടോ നമ്മൾ ഇടണത്. അല്ലാതെ നമുക്ക് സങ്കടം ചെയ്തിട്ട് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കറി ഇതാണ്, ചക്കക്കുരും കൈപ്പങ്ങില്ലേ. അത് തീം വെച്ചുവിട്ടാൽ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് പച്ചമുളകും ഉപ്പും ഒരു ലേശം മുളക് പൊടി ഇട്ടുകാണ്ട് തീം വെച്ചേക്കണം. അതിക്കുള്ള തേങ്ങ അരച്ചെടുക്കുകയാണ്. തേങ്ങയ്ക്ക് ലേശം ചെറിയ ജീരകവും ഒരു വെളുത്തുള്ളി പണിയോ ജീരുള്ളിയും ഇട്ടുകൊണ്ടാട്ടോ തേങ്ങ അരക്കണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പാത്രങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കഴുകുന്ന ഇടയിൽ നമ്മളെ കുഴിയപ്പത്തിൻ്റെ ചട്ടി, പിന്നെ ഉണ്ണിയപ്പം എന്നൊക്കെ പറയും, ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയൊക്കെ പിന്നെന്താ തുരുമ്പ് പിടിച്ചേക്കണം കേട്ടോ. മഴ ഇതൊക്കെ കൊണ്ടിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചുകാണ് കമ്പിയിട്ട് കാണും ഇങ്ങനെ വരുത്തുകയാണ്. അപ്പോൾ എൻ്റെ റിസൂന വല്ലാത്തൊരു സംശയമാണ് ഇങ്ങനെ കാണും. അപ്പോൾ ഇതെന്താ പാത്രം, ഇതെന്താ, ഇതിലെന്തങ്ങൾ ഉണ്ടാക്കണം, അപ്പുണ്ടാക്കണുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അവന്. അപ്പോൾ ഞാൻ ഇതിൽ അപ്പുണ്ടാക്കി വെച്ച് കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കഴിക്കും എന്നറിഞ്ഞാണ്ട് പിന്നെ അതിനായിട്ട് കുറുമ്പളി നിൽക്കുക കേട്ടോ. അതവിടെ വെച്ചപ്പോൾ അവനെ ജറയിൽ എന്തോ ഉണ്ടാക്കാനാണെന്നാണ് മനസ്സിലാക്കണേ. അപ്പോൾ പിന്നെ നല്ലോണം തേച്ച് നന്നാക്കിക്കാണ് കുറച്ച് അരിയൊക്കെ വെള്ളത്തിലിട്ട് അത് നല്ലോണം കുതിർന്നേരം മാവൊക്കെ ഉണ്ടാക്കുക കേട്ടോ. ഞാൻ ഉണ്ണിയപ്പം ചുടാൻ വേണ്ടിയിട്ട്, കുഴിയപ്പം എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഉണ്ണിയപ്പം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അരിയും ചെറുപഴം പിന്നെ ഒരു 2 ഏലക്കായും ഇട്ട് കാണും നല്ലോണം അരച്ചെടുത്തിട്ടോ. പിന്നെന്താ കുറച്ച് ഉപ്പ് ഇട്ടുകാണ്ട് നല്ലോണം അരച്ചെടുത്തു. പിന്നെ ഞാൻ ശർക്കര പാൽ അടുപ്പത്ത് വെച്ചിരുന്നു. അത് വലിയ ചൂടാറാതെ ആ ചൂടോട് കൂടി തന്നെ നല്ലോണം ഇക്കൺ പാർന്നുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തു കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യണം, അല്ലാതെ മാവ് കണ്ട് വെന്ത് പോകും. അല്ലെങ്കിൽ പിന്നെ ചൂടാറിയിട്ട് പാരണം. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, നല്ലോണം ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ മാവ് റെഡിയാക്കി വെച്ചേക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതാ കറിയൊക്കെ ആയിട്ടുണ്ട്. തേങ്ങ അരച്ചൊക്കെ പാർന്ന് നമ്മൾ കടുകും കറിവേപ്പിനെല്ലാം ഇട്ടുകൊണ്ട് വറവിടുക കേട്ടോ. രാവിലെ എല്ലാം ഒലർച്ച ഇതൊക്കെ ആയിരുന്നു അല്ലേ. ഇപ്പോൾ വൈകുന്നേരം ഇപ്പം നല്ല മഴയും കാര്യമൊക്കെ ഉണ്ട്, പുറത്തിറങ്ങാൻ പറ്റണില്ല അല്ലേ. ഞങ്ങൾക്കൊക്കെ നല്ല മഴ ഉണ്ടാവൂലേ. മഴ
നല്ല മഴയുണ്ട് ഇവിടെയൊക്കെ, കാറ്റുമുണ്ട് മഴയുണ്ട്. അപ്പോൾ ഇന്നൊക്കെ എന്താ ഞായറാഴ്ചയാണ്, എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാവും. മഴയത്തൊക്കെ എല്ലാവർക്കും ലീവ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവില്ലേ. എല്ലാവർക്കും ആഗ്രഹമാണല്ലോ മഴയത്ത് എന്തെങ്കിലുമൊക്കെ നല്ല ഭക്ഷണം കഴിക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ റെഡി ആയതിൻ്റെ ശേഷം അടുപ്പത്ത് തന്നെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് ആ ചട്ടി ഗ്യാസും വെച്ചാൽ നടുവത്ത് 2 എണ്ണക്കല്ലേ വേവുള്ളൂ. അപ്പം ഞാൻ അടുപ്പ് കല്ലുമ്പോൾ തന്നെ കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെക്കണത്. കുറേ ആയി എടുത്തിട്ട് അപ്പോൾ അത് തുരുമ്പിടിച്ചിരുന്നു. അപ്പം പിന്നെ അത് ഞാൻ അടുപ്പത്ത് തന്നെ വെച്ചേക്കണം, എണ്ണ വെച്ചേക്കണം ഞാൻ അതിൽ. അപ്പോൾ എണ്ണ വെച്ചുകൊണ്ട് ആദ്യം ഞാൻ അടുപ്പത്ത് വെച്ചിരുന്നു. അടുപ്പ് ഇങ്ങനെ ചൂടായി കിടന്നപ്പോൾ ചട്ടി ചൂടായിക്കോട്ടെ വിചാരിച്ചുകൊണ്ട്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി തിളച്ച് കിടക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ മാവ് പാരുമ്പോൾ നിങ്ങൾ വിചാരിച്ചു എന്താ ഒരു കറുപ്പ്, എന്താ എണ്ണ കറുത്ത കളറ് പാരുമ്പോൾ എന്ന് കരുതും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇട്ടാണ്ടൊക്കെ ഒരു കറുപ്പ് കളറില്ലേ. അത് ഞാൻ ആദ്യം നല്ലോണം ചൂടാക്കിയാണ്ട് ഇറക്കി വെച്ചത്. നമുക്ക് എന്താണ് ഇതിൻ്റെ കൊത്തുണ്ടല്ലോ, തേങ്ങാക്കൊത്ത്, ആ കൊത്ത് പിന്നെ വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇറക്കി വെച്ചത് കേട്ടോ. അപ്പം നല്ലോണം കിടന്ന് തിളച്ച എണ്ണയ്ക്ക് പാർന്നിട്ടാണ് ഇപ്പോൾ ആ കറുത്ത കളർ കേട്ടോ. അത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം തന്നെ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നണം. പിന്നെ ആ പുകയും തീയേറി ഇതെല്ലാം കൂടി ആയിട്ടാണ് വെച്ചിട്ട് അപ്പം ഒരു കുഴപ്പമില്ല. അപ്പം പാകത്തതിന് എല്ലാത്തിനും നല്ല മട്ടത്തിൽ കിട്ടിയേക്കും കേട്ടോ. മോനൂസിന് നല്ല ഇഷ്ടപ്പെട്ടും ചെയ്തേക്കണം. ഓൻ കഴിച്ചേക്കണം. ഉച്ചക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ തന്നെ അടുപ്പ് ഇവിടെ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ തന്നെയാണ് കഴിച്ചേക്കും. പിന്നെ തിരുമ്പലും കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ അടുപ്പത്ത് കയറാനും പോകാനും അതൊക്കെ ഒരു മടിയാണ്. അപ്പോൾ എന്നാൽ പിന്നെ അവിടെ തുടച്ച് അവിടെ ഇട്ടാൽ പിന്നെ കുറേ നേരത്തിന് അങ്ങോട്ട് വരണ്ടല്ലോ വിചാരിച്ചതാണ്. പിന്നെയും പണിയെടുക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ കുളിച്ചെടീൻ്റെ മുന്നേ എല്ലാ പണിയാണ് കഴിച്ചേക്കലാണ്. അതിനാ രാവിലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. പിന്നെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എപ്പോഴും തോന്നുമ്പോൾ എടുത്ത് കഴിക്കാമല്ലോ. അങ്ങനെ അവൻ ചോറൊന്നും കഴിച്ചിട്ടില്ല, അവൻ തന്നെയാണ് കഴിച്ചത്. കുറേ വെള്ളം കുടിച്ച് കുറേ അപ്പം തിന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ തിന്ന് കഴിയാനായപ്പോൾ അവൻ പറയുന്നുണ്ട് സിനിമ മോൾക്ക് കൊണ്ടുപോകണ്ടേ, ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകണ്ടേ. അവൻ ചോദിച്ചാൽ എന്തുണ്ടെങ്കിലും ഒക്കെ കൊണ്ടുപോകാനൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ, ഒക്കെ കൊണ്ടുപോകണ്ടേന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓള് കൊണ്ടുപോകണില്ല, അജ്ജ് തിന്നോ എന്ന് പറഞ്ഞു. ഓക്കെ നമുക്ക് ഇനി കൊണ്ടുപോകാൻ നമുക്ക് 25-ാം തീയതി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ദിവസമായി തുടങ്ങിയിട്ടോ. ഈ 25-ാം തീയതി ഇന്നിപ്പോൾ അടുത്ത ബുധനാഴ്ചയാണ് പോകാനുള്ളത്. അപ്പോൾ ഏതായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണം എന്നൊക്കെ കരുതുന്നുണ്ട്. അവിടെ ഓൾ പറഞ്ഞിനോ അച്ചാറ് ബാക്കിയുള്ളതൊക്കെ കൊണ്ടുപോയിട്ടിമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണം. കുറേ ദിവസങ്ങളാകുമ്പോൾ ഓരോന്ന് പറയലാണ്. അപ്പോൾ ഉള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരോ വെറുതെ അതും ഇതൊക്കെയാണ് കാട്ടുകയാണ് അവിടെ കുത്തർന്നകാണ്ട്. തീ കണ്ടിട്ടേ അവിടെ ഇരിക്കും വേണം അവനക്ക്, ഞാക്കത്തെട്ടും വേണം. അങ്ങനെയൊക്കെ ഓരോരോ കാട്ടിലെ തെണ്ണിപ്പൊക്കെ കാട്ടുകയാണ്. സ്കൂളൊന്നും ഇല്ലല്ലോ, അതിൻ്റെയൊക്കെ ഓരോ കൊഞ്ചലാണ്. അപ്പോൾ അത് നമ്മളെ അപ്പങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ല സോഫ്റ്റും ഉണ്ട്, നല്ല ഉണ്ടായാകും പുറം ഒരുപോലെ ആയിട്ടുണ്ട് കേട്ടോ. 2 ഭാഗം ഒരുപോലെ നല്ല അടിപൊളി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് മാവേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഒരു 4 ഏരിയ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ അങ്ങനെ നമുക്ക് തന്നെ മതി. പിന്നെ അങ്ങനെ ഉണ്ടാക്കി പഴം നമ്മൾ മിക്സിയിലിട്ട് അരക്കുമ്പോഴേ കുറേ ഒന്നും പാത്താക്കാൻ പറ്റില്ല, കേട് വരും. പഴമാകുമ്പോൾ വലവ് എന്താ ഇതിന് പറയുക, അങ്ങനെ എന്തോ വരുന്നുണ്ടല്ലോ അല്ലേ, നല്ല ഉള്ളിൽ കേട് വരും. അപ്പോൾ വിചാരിച്ചതാണ് ഞാൻ കുറച്ച് നേരം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒന്ന് കഴിക്കുക, നാളെയൊക്കെ കഴിക്കുക. പിന്നെ കുറേ ദിവസമൊന്നും പാത്താക്കാൻ പറ്റില്ല. നെയ്യപ്പൊക്കെ കണ്ടില്ല ഞങ്ങൾ, പഴമൊന്നും കൂട്ടാതെ നമ്മൾ ഉണ്ടാക്കിയാൽ കുറേ ദിവസം നമുക്ക് പാത്തക്കാലോ. അങ്ങനെ അപ്പോൾ അങ്ങനെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഇത് അവസാനത്തെ ട്രിപ്പും കൂടി ഉണ്ടാക്കുകയാണ്. അവൻ നല്ല ഇഷ്ടമായി കൊണ്ടുപോകും. അവനെ കാണാൻ വേണ്ടി ഇങ്ങനെ കയറി കുത്തർക്കുകയാണ്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? മക്കളൊക്കെ അന്ന് വീട്ടിലുണ്ടാവില്ല അല്ലേ? ഞായറാഴ്ച ദിവസമാകുമ്പോൾ മക്കൾക്കൊക്കെ ഒരു സന്തോഷമാണല്ലോ, സ്കൂൾ മദ്രസൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ അതങ്ങനെ നോക്കി കാണാൻ തന്നെ നല്ല രസമല്ലേ, സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാക്കലുണ്ടാവും. ഇതൊന്നും ഉണ്ടാക്കാൻ അറിയാത്ത പോലെ ആരും ഉണ്ടാവില്ല. പച്ചരിയും ശർക്കരയും ഉണ്ടായാൽ പഴമാണെന്നൊന്നുമില്ല, അങ്ങനെ അരച്ചുണ്ടാക്കട്ടോ. എങ്ങനെ ആയാലും പഴം ഉണ്ടായാലും നല്ലൊരു സോഫ്റ്റൊക്കെ ഉണ്ടാവും, അല്ലാത്ത നല്ലൊരു ഉറപ്പായിക്കാരം. അപ്പോൾ നമ്മളെന്നും പറയണ മാതിരി നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൊടുക്കുക. പുതുതായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സ വ്ളോഗ് ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.